നമസ്കാരം. കേരളം ഇനി ആരായിരിക്കും ഭരിക്കുന്നത് എന്ന് നിശ്ചയിക്കാൻ ഇനി ഒരാഴ്ച കൂടി മാത്രമേ ബാക്കിയുള്ളൂ. 10 വർഷം കേരളം ഭരിച്ചു മുടിപ്പിച്ച പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ക്രോണി സർക്കാരും തുടരണോ എന്നാണ് കേരളം വിധി എഴുതുന്നത്. ഒരിക്കൽ കൂടി ഇടതുമുന്നണി അധികാരത്തിൽ വരിക എന്നതാണ് കേരളത്തിൻ്റെ വിധിയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 3ാം തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരില്ല എന്ന തോന്നലുള്ളതുകൊണ്ട് പോലീസുകാർ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ആസ്ഥാന കമ്മി സാംസ്കാരിക നായകനായ രഞ്ജിത്ത് ജയിലിലായത്. അവിടെയും ഇവിടെയുമൊക്കെ അക്രമം നടത്തുന്ന സഖാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ മാറ്റം പത്രങ്ങളിലുമുണ്ട്. എന്നാൽ പോലും അവരുടെ ഭയം വിട്ടുമാറാത്തതുകൊണ്ട് പിണറായിക്കും CPM-നും വലിയ ദോഷമില്ലാത്ത വിധത്തിൽ എന്നാൽ സത്യം പറയാനുള്ള പ്രവണത ആളുകൾ കാണിച്ചു തുടങ്ങുന്നു. കൊല്ലത്ത് വെച്ച് പിണറായിയെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചെയ്യാൻ കാരണം പോലും ഈ തിരിച്ചറിവാണ്. ഇപ്പോൾ ചാനലുകളുടെ അഭിപ്രായ സർവേയുടെ കാലമാണ്. പിണറായിക്ക് വേണ്ടി അഭിപ്രായ സർവേ നടത്തുന്ന ചാനലുകളാണ് കൂടുതലും. കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം എന്ന ചാനൽ എല്ലാ സീറ്റും പിണറായി നേടും എന്ന തരത്തിൽ ഒരു സർവേ നടത്തിയത് നമ്മൾ കണ്ടു. മാതൃഭൂമി സൂക്ഷിച്ചാണ് പിണറായിക്ക് നേരിയ ഭൂരിപക്ഷം കൊടുത്ത് തലയൂരി. 71 സീറ്റിൻ്റെ ഭൂരിപക്ഷം ഇടതുമുന്നണിക്ക്. അതിൻ്റെയൊക്കെ തുടർച്ചയായി മനോരമയുടെ സർവേ വന്നിരിക്കുന്നു. വളരെ ബുദ്ധിപരമാണ് മനോരമയുടെ സർവേ. ഒരു മണ്ഡലത്തിലെയും വിജയം തീർത്ത് പറയുന്നില്ല, എന്നാൽ മുൻതൂക്കം എന്ന് പറയും. മിക്കയിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയും. പലയിടങ്ങളിലും ത്രികോണം എന്ന് പറയും. കൃത്യമായ ശതമാന കണക്ക് പോലും പറയുന്നില്ല. വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ആണ് മനോരമയുടെ റിപ്പോർട്ട്. മനോരമയുടെ കണക്കനുസരിച്ച് 69 മുതൽ 81 സീറ്റ് വരെ നേടി UDF അധികാരത്തിൽ വരാം. 69 എന്ന് പറഞ്ഞാൽ 2 സീറ്റ് കുറവാണ് ഭൂരിപക്ഷത്തിന്. അതായത് ഏറ്റവും കുറഞ്ഞത് 69 സീറ്റ് നേടും എന്നാണ് മനോരമ കണക്കാക്കുന്നത്. ഏറിയാൽ 81 സീറ്റ് വരെ. CPM-ന് 57 മുതൽ 69 വരെ എന്നാണ്. എന്ന് വെച്ചാൽ CPIM 69 70 സീറ്റ് നേടിയാലും മനോരമയുടെ സർവേ പൊളിഞ്ഞു എന്ന് പറയേണ്ടി വരില്ല. എന്നിരുന്നാലും ഇത് വ്യക്തമാക്കുന്നത് UDF-ന്റെ ഭരണം തന്നെയാണ്. 81 സീറ്റ് എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തെക്കാൾ ഏതാണ്ട് 10 സീറ്റ് കൂടുതലാണ്. മനോരമയ്ക്ക് തറപ്പിച്ച് പറയാൻ ധൈര്യമില്ല, എങ്കിലും അവർ പറയുന്നു UDF അധികാരത്തിലെത്തുമെന്ന്. അതുകൊണ്ടാണ് അവർ 69 സീറ്റ് വരെ നേടാനുള്ള സാധ്യത LDF-നുണ്ടെന്നും പറയുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം BJP സ്ഥാനാർത്ഥിക്ക് 1 മുതൽ 5 വരെ സീറ്റുണ്ട് എന്ന് മനോരമ പറയുന്നു എന്നതാണ്. എന്ന് വെച്ചാൽ 1 സീറ്റ് ഉറപ്പാണെന്ന് പറയുന്നു, ഒരുപക്ഷെ 5 സീറ്റ് വരെ കിട്ടാമെന്ന് പറയുന്നു. BJPയുടെ മുന്നേറ്റം മനോരമ പ്രവചിക്കുകയാണ്. 1 സീറ്റ് BJPക്ക് ഉറപ്പാണ്, 5 സീറ്റ് വരെ നേടാമെന്ന്. താരതമ്യേന ഭേദപ്പെട്ട ഒരു അഭിപ്രായ സർവേയായി ഇതിനെ കാണേണ്ടതുണ്ട്. ഏതാണ്ട് 90,000-ഓളം സാമ്പിളുകൾ എടുത്താണ് മനോരമ ഈ സർവേ നടത്തിയതെന്ന് പറയുന്നു. എന്നാൽ ഈ സർവേ നടത്തിയതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളോ സർവേ എവിടെയെല്ലാം നടത്തി എന്ന വിശദാംശങ്ങളോ ഒന്നും മനോരമ പുറത്തുവിട്ടിട്ടില്ല. ഞങ്ങൾ സർവേ നടത്തുന്നുണ്ട്. ഞങ്ങൾ 7 ടീമായി തിരിഞ്ഞ് 2 ജില്ലകൾക്ക് വീതം ചുമതല കൊടുത്താണ് ഞങ്ങളുടെ സർവേ. ഒരാഴ്ചയിലധികമായി ഞങ്ങളുടെ പ്രതിനിധികൾ സംഘമായി കേരളത്തിൻ്റെ നാനാഭാഗത്തുണ്ട്. സർവേ ഇന്നോടുകൂടി പൂർത്തിയാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ടാബുലേഷനും മറ്റുമാണ്. ശനിയാഴ്ച മുതൽ ഞങ്ങളുടെ സർവേ പുറത്തു വരും. കഴിഞ്ഞ തവണത്തേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു ഇത്തവണത്തെ സർവേ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തികച്ചും വ്യത്യസ്തമായ ഡാറ്റകളാണ് പലയിടത്തു നിന്നും കിട്ടുന്നത്. എന്തായാലും ഡാറ്റകളൊക്കെ വിലയിരുത്തി സ്ക്രൂട്ടിനി ചെയ്ത് അന്തിമ തീരുമാനത്തിലെത്താൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ട്. പക്ഷേ കൃത്യമായ ശതമാന കണക്ക് പറയുക, കൃത്യമായ വിജയസാധ്യത പ്രവചിക്കുക എന്നതാണ് ഞങ്ങളുടെ നിലപാട്. മനോരമ പറയുന്നതിൽ അവിടെയും ഇവിടെയും തൊടാതെ തലയുരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം തീർത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മനോരമ 69 സീറ്റ് മുതൽ 81 സീറ്റ് വരെ UDF-നെന്ന് പറയുമ്പോൾ 69 സീറ്റ് ഉറപ്പ് പറയുന്നുണ്ട്. നമ്മളതിൻ്റെ ഡീറ്റെയിലിലേക്ക് പോയാൽ അവർ ഏതാണ് ഈ 69 സീറ്റ് എന്ന് പറയുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ഞാൻ മനോരമയുടെ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ച് നോക്കി. ഏത് സീറ്റാണ് കൃത്യമായി കിട്ടുന്നത് എന്ന് ഈ റിപ്പോർട്ടുകളിൽ ഒരിടത്തുമില്ല. എങ്കിൽ പോലും 69 സീറ്റുകൾ എന്നവർ പറയുന്നത് നമ്മൾ ഏകദേശം ഒരു ധാരണയിലെത്തിയാൽ അവർക്കൊക്കെ വിജയസാധ്യതയുണ്ട് എന്ന നിഗമനത്തിലെത്തേണ്ടി വരും. മനോരമ എത്ര വിദഗ്ധമായാണ് തലയൂരുന്നത് നോക്കുക. തിരുവനന്തപുരം എടുക്കുക. ആകെ 14 സീറ്റിൽ നിലവിൽ 13 സീറ്റും ഇടതുമുന്നണിയുടെ കയ്യിലാണ്. 1 സീറ്റ് മാത്രമാണ് UDF-നുള്ളത്, കോവളം. അവർ ഇപ്പോൾ പറയുന്നു 8 മുതൽ 10 വരെ സീറ്റുകൾ ഇടതുപക്ഷത്തിന് LDF-ന് കിട്ടാം. 2 മുതൽ 4 വരെ സീറ്റുകൾ UDF-ന് കിട്ടാം. എന്ന് വെച്ചാൽ LDF-ന് തന്നെയാണ് മുൻതൂക്കം. 2 മുതൽ 4 വരെ സീറ്റുകൾ, 2 ഉറപ്പായും കിട്ടാം, 4 വരെ കിട്ടാം തിരുവനന്തപുരത്ത് എന്ന് പറയുന്നത്. അതായത് 1 4 വരെ ആകാം, ഉറപ്പായും 2 ആകും. നിലവിലുള്ള 13 സീറ്റ് 10ലേക്ക് എന്തായാലും കുറയും, 8 വരെ താന്നെന്ന് വരാം. ഇതാണ് മനോരമയുടെ കണക്ക്. എന്നാൽ ഏത് സീറ്റുകളാണ് എന്ന് വ്യക്തമായി അവർ പറയുന്നില്ല. BJPക്ക് 1 മുതൽ 3 വരെ സീറ്റുകൾ അവിടെ പ്രവചിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിന് വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ നിയമവും കഴക്കൂട്ടവും പറയുന്നുണ്ട്. 3ാമത്തെ സീറ്റ് ഏതാണെന്ന് പറയുന്നില്ല.
വട്ടിയൂർക്കാവാം എന്ന നിഗമനത്തിൽ നമുക്ക് എത്തണം. എന്നാൽ വട്ടിയൂർക്കാവിൽ മുൻതൂക്കം VK പ്രശാന്തിനാണെന്നാണ്, CPM-ന്റെ പ്രശാന്തിനാണെന്നാണ് മനോരമയുടെ പറച്ചിൽ. കൊല്ലത്തേക്ക് പോയാൽ 5 മുതൽ 7 സീറ്റ് വരെ LDF-ന്, 4 മുതൽ 6 സീറ്റ് വരെ UDF-ന്. കഴിഞ്ഞ തവണ കരുനാഗപ്പള്ളിയും കുണ്ടറയും മാത്രം നേടിയ UDF ഇക്കുറി അതിന് ഇരട്ടി, അതായത് 4 സീറ്റ് എന്തായാലും നേടും, 6 വരെയാക്കാം എന്ന് പറയുന്നു. പത്തനാപുരത്തും കൊട്ടാരക്കരയിലും നേർക്കുനേർ പോരാട്ടമാണ്. ഈ 4 സീറ്റ് ഉറപ്പാകുന്നത് ഈ 2 സീറ്റിലാണ് എന്ന നിഗമനത്തിലെത്തേണ്ടി വരും. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും പറയുന്നത് വാസ്തവമാണെന്ന് ഞങ്ങൾ ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. കുണ്ടറയും കരുനാഗപ്പള്ളിയും നിലനിർത്തുമ്പോൾ തന്നെ പത്തനാപുരത്തും കൊട്ടാരക്കരയിലും കൊല്ലത്തും വിജയസാധ്യതയുണ്ട് എന്നാണ് മനോരമയുടെ വിലയിരുത്തൽ. കൊല്ലം UDF-ന് എന്ന് തന്നെ മനോരമ തീർത്തു പറയുന്നു. പത്തനംതിട്ടയിലെ ആകെയുള്ള 5 സീറ്റിൽ 5ഉം നിലവിൽ LDF-നാണ്. അത് 3 മുതൽ 5 വരെ UDF-ന് നേടാമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 3 UDF-നായിരിക്കും, ഒരുപക്ഷെ 5ഉം കിട്ടാം എന്നാണ് മനോരമ പറയുന്നത്. CPM-ന് 2 സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ, 1 സീറ്റും കിട്ടാതിരിക്കാനാണ് സാധ്യതയെന്ന് മനോരമ പറയുന്നു. നിലവിൽ ഏറ്റവും അധികം പോരാട്ടം നടക്കുന്നത് അടൂരാണ് എന്ന നിഗമനത്തിലാണ് മനോരമ എത്തി നിൽക്കുന്നത്. ആലപ്പുഴ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. ആകെയുള്ള 9 സീറ്റിൽ ഹരിപ്പാട് ഒഴികെ ഒരു മണ്ഡലവും UDF-ന് ഇല്ല. ഇക്കുറി UDF-ന് ഹരിപ്പാട് ഉറപ്പായും കിട്ടും, അത് 3 വരെ ആകാം. LDF-ന്റെ മേൽക്കോയ്മയുണ്ടാവും. 6 മുതൽ 8 വരെ സീറ്റുകൾ LDF-ന് എന്നാണ് പറയുന്നത്. അമ്പലപ്പുഴ, കായംകുളം, കുട്ടനാട് എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം നടക്കുന്നു എന്ന് മനോരമ പറയുന്നു. കോട്ടയത്ത് സ്ഥിതി വ്യത്യസ്തമാണ്. ആകെയുള്ള 9 സീറ്റിൽ 7 മുതൽ 9 വരെ UDF നേടാം. എന്ന് വെച്ചാൽ 7 സീറ്റ്, 9-ൽ 7ഉം UDF-ന് ഉറപ്പാണ്. ഒരുപക്ഷെ 9 സീറ്റ് നേടിയെന്ന് വരാം. LDF-ന് 0 മുതൽ 2 വരെ, എന്ന് വെച്ചാൽ 1 സീറ്റും കിട്ടാത്ത അവസ്ഥയുണ്ടാവും. 2 സീറ്റ് വരെ പരമാവധി നേടും. വൈക്കവും ഏറ്റുമാനൂരുമാവും LDF-ന് സാധ്യതയുള്ള മണ്ഡലങ്ങളെ കരുതുന്നത്. എന്നാൽ മനോരമ പറയുന്നു കോട്ടയത്ത് 9 സീറ്റും UDF നേടിയാൽ അത്ഭുതപ്പെടേണ്ടെന്ന്. ഇടുക്കിയിലും അങ്ങനെ തന്നെയാണ്. ആകെയുള്ള 5 സീറ്റിൽ 3 UDF-ന് ഉറപ്പാണെന്ന് പറയുന്നു. 3 മുതൽ 5 വരെ UDF നേടാം, അതായത് 5 സീറ്റും UDF നേടാനുള്ള സാഹചര്യമുണ്ട്. LDF-ന് 1 സീറ്റും കിട്ടാതിരിക്കാം, ഏറിയാൽ 2 സീറ്റ്, എന്ന് വെച്ചാൽ 3 സീറ്റിൽ കൂടുതലൊന്നും കിട്ടില്ല. നോർക്കണം, ഉടുമ്പുംചോലയും ദേവികുളവും ഇടുക്കിയും പീരുമേടും 5-ൽ 4 സീറ്റും LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. തൊടുപുഴ മാത്രമാണ് UDF-നുള്ളത്. അവിടെ കീഴ്മേൽമറിയും കോട്ടയം പോലെ തന്നെ എന്നാണ് നിഗമനം. എറണാകുളത്ത് UDF തരംഗമാണെന്ന് മനോരമ പ്രവചിക്കുന്നു. ആകെയുള്ള 14 സീറ്റിൽ 12 സീറ്റും ഉറപ്പായും UDF നേടും. 12 മുതൽ 14 വരെ സീറ്റ് UDF നേടാം. അതായത് എറണാകുളത്ത് 14 സീറ്റും UDF നേടാനുള്ള സാധ്യതയുണ്ട്. CPM-ന് ഒന്നും കിട്ടാതിരിക്കാം, കിട്ടിയാൽ 2 സീറ്റ്. കളമശ്ശേരിയും തൃപ്പൂണിത്തുറയും കുന്നത്തുനാടുമാണ് ചൂടേറിയ വാശിയേറിയ മത്സരം നടക്കുന്നത് എന്നാണ് മനോരമയുടെ സർവേ പറയുന്നത്. തൃശ്ശൂരിൽ ആകെയുള്ള 13 സീറ്റിൽ 9 സീറ്റ് ഉറപ്പായും LDF നേടും, അത് 11 വരെ ആവാം. UDF-ന് മിനിമം 2 സീറ്റ് കിട്ടും, 4 വരെ ആകാം. നിലവിൽ തൃശ്ശൂരിൽ UDF-ന് 1 സീറ്റ് പോലുമില്ല. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം BJP-ക്ക് അവിടെ 1 സീറ്റ് നേടാനുള്ള സാധ്യത മനോരമ കാണുന്നു എന്നതാണ്. 0 മുതൽ 1 വരെ എന്നാണ് പത്മജ വേണുഗോപാലിന്റെ സാധ്യതയെക്കുറിച്ച് പറയുന്നത്. ഒരുപക്ഷെ പത്മജ തൃശ്ശൂരിൽ ജയിച്ചെന്ന് വരാം എന്ന് മനോരമയുടെ സർവേ പറയുന്നു. തൃശ്ശൂർ പോലെ തന്നെ പാലക്കാടും CPM-ന്റെ സർവാധിപത്യം ഉണ്ടാകും. അവിടെ LDF-ന് 8 സീറ്റ് ഉറപ്പാണ്, 10 വരെ കിട്ടാം. UDF-ന് 2 സീറ്റ് ഉറപ്പുള്ളൂ, 4 സീറ്റ് വരെ കിട്ടാം എന്നാണ് പറയുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കില്ല എന്നാണ് മനോരമയുടെ കണക്കുകൂട്ടൽ. അവിടെ പിഷാരടിക്കാണ് വിജയം കൽപ്പിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് ആകെയുള്ള 16 സീറ്റിൽ 14ഉം UDF-നാണ്. 16ഉം നേടാനുള്ള സാധ്യതയുണ്ട്. LDF-ന്റെ നേരിയ സാധ്യത 2 മണ്ഡലത്തിൽ മാത്രം 0 കിട്ടാൻ സാധ്യതയുണ്ട്. തിരൂരും തവനൂരുമാണ് LDF-ന് നേരിയ സാധ്യതയുള്ളത്. കോഴിക്കോട് ഏതാണ്ട് പകുതിയായി വരും. നിലവിൽ കോഴിക്കോട് 2 സീറ്റ് മാത്രമാണ്. കൊടുവള്ളിയും വടകരയും മാത്രമാണ് UDF-നുള്ളത്. എന്നാൽ ഇക്കുറി UDF-ന് 5 സീറ്റ് ഗ്യാരണ്ടിയാണ്, 7 വരെ കിട്ടാം. LDF-ന് 6 മുതൽ 8 വരെ, അതായത് 6 ഉറപ്പാണ്, 8 വരെ കിട്ടാം. പാതി ആയിരിക്കും കോഴിക്കോടിൻ്റെ അവസ്ഥ എന്നാണ് റിപ്പോർട്ട്. ബേപ്പൂരും കുറ്റ്യാടിയിലും കടുത്ത മത്സരം നടക്കുന്നു എന്നാണ് മനോരമയുടെ സർവേയുടെ കണ്ടെത്തൽ. വയനാട്ടിൽ നിലവിൽ LDF-ന് 1 സീറ്റാണുള്ളത്, അതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നേരിയ സാധ്യത മാത്രമാണ് LDF-ന് 1 സീറ്റ് കിട്ടാൻ. UDF-ന് 3 സീറ്റും കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും 2 സീറ്റ് ഉറപ്പായും കിട്ടും എന്ന് ഈ സർവേ പറയുന്നു. കണ്ണൂരിൽ 3 മുതൽ 5 സീറ്റ് വരെ UDF-ന് കിട്ടാം എന്നാണ് പ്രവചനം. നിലവിൽ 2 സീറ്റ് മാത്രമാണുള്ളത്, പേരാവൂരും ഇരിക്കൂറും. ഇക്കുറി 3 ഗ്യാരണ്ടിയാണ്. കണ്ണൂരടക്കം 5 സീറ്റ് വരെ കിട്ടാം. 6 മുതൽ 8 വരെയാണ് LDF-നുള്ള സീറ്റ്.
കാസർഗോഡ് LDF തന്നെ 2 സീറ്റ് മിനിമം ഗ്യാരണ്ടി 4 വരെ കിട്ടാം. UDF 1 സീറ്റ് മിനിമം ഗ്യാരണ്ടി 3 വരെ കിട്ടാം. BJPക്ക് 1 സീറ്റിനുള്ള സാധ്യതയുണ്ട് 0 മുതൽ 1 വരെ. അങ്ങനെയാണ് മനോരമയുടെ നിഗമനം. UDF ഭരണസാധ്യതയുണ്ട്. 69 ആയിരിക്കും ഏറ്റവും കുറഞ്ഞത്. 71 വേണം ജയിക്കാൻ. 2 സീറ്റ് ഒരുപക്ഷെ ഭൂരിപക്ഷം ഇല്ലാതെ വരാം. 81 വരെ പരമാവധി കിട്ടൂ. LDF 57 വരെ കുറയാം, 69 വരെ കൂടാം. BJPക്ക് 1 ഉറപ്പാണ്, 5 വരെ കിട്ടാം. ഇതാണ് മനോരമയുടെ സർവേ ഫലം.